ഹലോ വെൽക്കം ടു IW ക്യാമ്പസ്. ഇവിടെ നമ്മൾ കുറച്ച് ഓഫീസ് സോഫ്റ്റ്വെയറുകൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഇപ്പം മൈക്രോസോഫ്റ്റ് 365 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓഫീസ് ഉപയോഗിക്കുകയാണ്. അതായത് വേർഡ്, എക്സല്, പവർ പോയിന്റ്. ഇത് പ്രധാനമായിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ്, ഈ മൂന്ന് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ സാധാരണ വേർഡ് പ്രോസസ്സിങ്ങിനും അതുപോലെ PPT പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനും അതുപോലെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനൊക്കെ എക്സൽ ഉപയോഗിക്കുന്നത്. ഈ മൈക്രോസോഫ്റ്റിന്റെ ഇത് പെയ്ഡ് വേർഷൻ ആണ്. അതുകൊണ്ട് പല ആൾക്കാരും ഓൾട്ടർനേറ്റീവ് തപ്പി നടക്കാറുണ്ട്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത്. ഇവിടെയും അത് തന്നെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഇപ്പം ഇവിടെ ഞാൻ ഒരു 6 ഓൾട്ടർനേറ്റീവ് മൈക്രോസോഫ്റ്റിന്റെ ഓഫീസിന്റെ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 2 ഓൺലൈൻ വേർഷനും അതുപോലെ തന്നെ 4 ഡെസ്ക്ടോപ്പ് വേർഷനാണ് ഉള്ളത്. ഇതിനകത്ത് ആദ്യത്തെ ഓൺലൈൻ വേർഷൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഓൺലൈൻ തന്നെയാണ്. ഇത് നമ്മൾ outlook.com-ൽ പോയി കഴിഞ്ഞ് ഒരു ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേർഷൻ, നമുക്ക് ഫ്രീ വേർഷൻ നമുക്ക് കിട്ടും ഓൺലൈനായിട്ട്. പക്ഷേ നമുക്ക് ഓഫീസ് സോഫ്റ്റ്വെയറുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ ഒക്കത്തില്ല ഈ ഒരു വേർഷൻ വെച്ചിട്ട്. അതിന് ലൈസൻസ് ഉണ്ടാവില്ല. പക്ഷേ ഓൺലൈനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നുള്ളത് ഗൂഗിൾ ഡോക്സ് ആണ്. ഗൂഗിൾ ഡോക്സ് നമുക്ക് Gmail ID ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഡെസ്ക്ടോപ്പ് വേർഷൻസ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് നാല് ടൈപ്പ് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്. ഒന്ന് പോളാരിസ് ഓഫീസാണ്, രണ്ടാമത് ലിബ്രെ ഓഫീസാണ്, പിന്നെ WPS ഓഫീസ്, പിന്നെ ഫ്രീ ഓഫീസ്. ഇങ്ങനെ 4 ഓഫീസ് വേർഷൻസ് ആണുള്ളത്. ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ 3 ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു വേർഡ് ഫയലും, രണ്ടാമത് ഒരു പവർ പോയിന്റ് ഫയലും, മൂന്നാമത് ഒരു എക്സലുമാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ 6 സോഫ്റ്റ്വെയറുകളിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഫയലുകൾ നമ്മൾ 6 സോഫ്റ്റ്വെയറുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും. അതുപോലെ ഈ 6 സോഫ്റ്റ്വെയറിൻ്റെയും ചെറിയ ചെറിയ ഫീച്ചേഴ്സ്, ബേസിക്കലി പറഞ്ഞാൽ ഈ 6 സോഫ്റ്റ്വെയറുകളും മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പവർ പോയിന്റ്, എക്സല്, വേർഡ്, ഇതിൻ്റെ അകത്തെ മിക്കവാറും ഉള്ള ഫങ്ഷൻസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഫങ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതിലോ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ അഡ്വാൻസ് യൂസേജ് ഒക്കെ വരുമ്പോഴത്തേനും ഓരോ ഓഫീസ് വേർഷനും അതിൻ്റെതായ പോരായ്മകൾ കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു 3 ഫയലുകളുണ്ടല്ലോ, ഈ 3 ഫയലുകളും നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത അതേ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഷനിൽ ഓപ്പൺ ചെയ്താൽ ഇതെങ്ങനെ ഇരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഈ ഒരു വേർഡ് ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു പഴയ ഫയലാണ്, 2018 ഫയലാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഇങ്ങനെയായിരിക്കും വരിക. ഇതിൻ്റെ ഒരു ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതുപോലെ കുറേ ടെക്സ്റ്റൊക്കെ ഇവിടെ ആഡ് ചെയ്ത് അതുപോലെ ഇവിടെ കുറച്ച് വരകളൊക്കെ നമുക്ക് കാണാം, അതിൻ്റെ ഒരു ഡിസൈന്. പിന്നെ ഒരു ഫൂട്ടർ നമുക്ക് കാണാം ഇവിടെ. അതുപോലെ ഇത് അതിൻ്റെ പല പല എന്താ പറയുക, പല പല സെഗ്മെൻ്റായിട്ട് ഇട്ടേക്കുന്ന പല സർവീസുകൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് കാണാം. അതുപോലെ ഒരു ഇമേജ്, അതിൻ്റെ അകത്ത് ഉള്ളൊരു ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തേക്കുന്ന ഒരു ഇമേജ്. ഇത് ഫുള്ള് നമ്മളുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഇൻസേർട്ടിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് ആ ഒരു ഷേപ്പിൽ വരുന്ന കാര്യങ്ങളാണിത്. അതുപോലെ നമുക്കൊരു ഓവർലേ ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു പേജാണ് ഇവിടെ കാണുന്നത്. പിന്നെയും ഇതേപോലെ തന്നെ ഉള്ളൊരു പേജ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് അഡീഷണലി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ രീതിയിൽ ഓരോ ഐറ്റംസ് നമ്മൾ പ്രത്യേകം പല കളർ കോഡിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഫയല്. ശരിക്കും അതിനെ ഒരു ഇച്ചിരി ചെറുതാക്കി കാണിച്ചാൽ ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഫയലിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചർ.
അതുപോലെ നമുക്കറിയാം മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസിൻ്റെ അകത്ത് വരുമ്പോൾ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നിനും ഓരോരോ രീതിയിലുള്ള ഓപ്ഷൻസും ലേ ഔട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ഒരു ഓപ്ഷൻസും ലേ ഔട്ടും ഒക്കെ ഒരു എന്താ പറയുക, ഒരു വർഷങ്ങളായിട്ട് തന്നെ മൈക്രോസോഫ്റ്റിന് ഉള്ള ഒരു പ്രാക്ടീസാണ് ഈ ഒരു അലൈൻമെൻറ്റും അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഓപ്ഷൻസും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. ഇതാണ് ആ ഒരു വേർഡ് ഫയല് മൊത്തത്തിലുള്ളൊരു അപ്പിയറൻസ്. ഇങ്ങനെയാണ് ആ ഒരു വേർഡ് ഫയലിൻ്റെ അപ്പിയറൻസ് വരുന്നത്. ഇനിയിപ്പം നമുക്ക് തിരിച്ച് നമ്മളുടെ ആ ഒരു റിമോട്ട് ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഓൺലൈൻ വേർഷൻ, മൈക്രോസോഫ്റ്റിൻ്റെ ഓൺലൈൻ വേർഷനിൽ ഇത് ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഇതേ സെയിം ഫയലാണ് ഇത് നമ്മൾ എല്ലായിടത്തും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലോഡായി വരുന്നുണ്ട്. ലോഡാകുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ കുറേ അലൈൻമെൻറ്റ് വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തടുത്ത് മാറിക്കിടക്കുവാന്ന് തോന്നുന്നു. പക്ഷേ രണ്ടാമത്തെ പേജിലോട്ട് വരുമ്പോഴത്തേക്കിനും ഏകദേശം നമ്മൾ എക്സാക്ട്ലി ആ ഒരു സെയിം ഒരു ഇമേജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് ചെറുതാക്കി നോക്കാം. ഏകദേശം അതേപോലെ ആ ഓവർലേ ഒക്കെ രണ്ടാമത്തെ പേജിലോട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേജുകൾ ജനറേറ്റ് ആയെന്ന് തോന്നുന്നു. പക്ഷെ ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങളൊക്കെ അല്ലാതെയും വന്നിട്ടുണ്ട്. ഫൈൻ. ഇത് ഇപ്പം ഈ ഒരു യു ഐ നോക്കിയാൽ ഏകദേശം നമ്മൾ മുമ്പേ കണ്ട പോലത്തെ ഒരു യു ഐ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇത് ശരിക്കും ഒരു റെസ്യൂമേ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു അതായത് വലിയ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വലിയ വലിയ ഓവർലേയും അതുപോലെ അഡീഷണൽ ഇമേജും ഒക്കെയുള്ള ഭയങ്കര ഗ്രാഫിക്സ് ആയിട്ടൊക്കെയുള്ളൊരു ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കണ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓപ്ഷൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് മൈക്രോസോഫ്റ്റ് ഓൺലൈനിൽ നമ്മൾ ഈ ഒരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി അടുത്ത നമുക്ക് നേരെ നമ്മുടെ ഗൂഗിളിൽ പോവാം. ഗൂഗിൾ ഡ്രൈവിൽ ഇതെങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളത്. റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പേജിൽ തന്നെ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ ഇമേജ് ഒക്കെ വന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് പേജിൽ പോകുമ്പോഴത്തേക്കിനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇമേജ് ആയിട്ടാണ്, അതെ, അതൊരു ഇമേജ് ആയിട്ടാണ് അത് കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് താഴോട്ട് പോയാൽ അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. അത് വലിയ പ്രശ്നമുള്ളതല്ല, കാരണം നമ്മൾ പല രീതിയിലുള്ള പല ടൈപ്പ് ഫയൽ എന്ന് വെച്ചാൽ ഫയൽ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അലൈൻമെൻറ്റ് ഒരു പ്രശ്നമല്ല, നമുക്ക് അലൈൻമെൻറ്റ് പിന്നെയാണെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ ഇമേജുകൾ കാണുന്നില്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആ ഓവർലേയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഫയലിൽ. ഓക്കെ, ഇത് മെത്തഡോളജി വരുമ്പം അതിൻ്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് നെക്സ്റ്റ് പേജിൽ വന്നു. പക്ഷേ ബാക്കിയുള്ള ടെക്സ്റ്റൊക്കെ പിന്നെയും താഴോട്ട് വന്നു. ഓക്കെ, നമ്മുടെ ഈ ഒരു സെക്ഷൻ പല കളർ കോഡിംഗ് ഉള്ള സെക്ഷൻ എല്ലാം അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു ഫയൽ നമ്മൾ ഗൂഗിളിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗൂഗിൾ ഡോക്സിൻ്റെ അകത്ത് റൈറ്റർ എടുത്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇനി ഈ റൈറ്ററിൻ്റെ ഒരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം നമുക്ക് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. അത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിലുള്ള റെസ്ട്രിക്റ്റഡ് പീപ്പിൾ മാത്രം കാണിക്കാൻ, ഒരു ലിങ്ക് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ബാക്കിയുള്ള, അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ കാണുന്ന പോലെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. ഇമേജ് ഇൻസേർട്ട് ചെയ്യാം, ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ ഫോർമാറ്റ്, ഹൊറിസോണ്ടൽ ലൈന് ഒക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലൈനൊക്കെ വരയ്ക്കാം. ഹെഡറും ഫൂട്ടറും അതിൻ്റെ നമ്പറും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കിട്ടും, പേജ് നമ്പേഴ്സും കാര്യങ്ങളെല്ലാം. പിന്നെ ടേബിൾ ഓഫ് കണ്ടൻസ്, നമുക്കിപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ടെക്സ്റ്റുകൾ ഫോർമാറ്റ് ചെയ്യാം. കോളംസും ലൈനും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ടൂൾസ് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് വേർഡ് കൗണ്ട് അങ്ങനെയുള്ള മെയിൽ മെർജ് ഞാൻ കാണുന്നില്ല ഇതിനകത്ത്. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഫീച്ചർ ആയിരുന്നു മെയിൽ മെർജ്. അത് ഞാൻ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. ഒരു പക്ഷേ അത് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമായിരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗൂഗിളിൻ്റെ അകത്ത് നമ്മൾ ഗൂഗിൾ റൈറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഡിസ്പ്ലേ. ഇനി നമ്മളിപ്പം ആ ഒരു വേർഡ് ഫയൽ നമ്മൾ രണ്ട് പ്ലാറ്റ്ഫോമിൽ മൂന്ന് പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആയി കാണിച്ചു. ഒന്ന് അതിൻ്റെ ഒറിജിനൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നിന്ന്, പിന്നെ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസിന് ഓൺലൈൻ വെർഷനും, പിന്നെ ഗൂഗിൾ ഡോക്സും. ഇനിയും ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ സോഫ്റ്റ്വെയറുകൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയറുകളാണ് ഈ പറഞ്ഞ ഓരോരോ സോഫ്റ്റ്വെയറുകൾ. ഫസ്റ്റ് നമുക്ക് പോളാരിസിൽ പോയിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റ് ക്ലിക്ക് കൊടുത്തു, ഓപ്പൺ വിത്ത് പോളാരിസ് ഓഫീസ്. കറന്റ്ലി ഓക്കെ, നോ വേണ്ട, ഡീഫോൾട്ട് ആക്കണ്ട. ഇവിടെ അഡ്വർടൈസ്മെന്റ് വരുന്നത് തോന്നുന്നു. ഇത് ഫ്രീ വെർഷൻ ആയതുകൊണ്ടായിരിക്കാം ഈ അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുന്നത്. ഓക്കെ, അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് ഫസ്റ്റ് അതേപോലെ തന്നെയുള്ള ഓവർലേ വന്നു. നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ചെയ്ത പോലെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അഡീഷണൽ കുറച്ച് ലൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലൈൻസ് നമുക്ക് സുഖമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ലൈൻസ് ആയിരിക്കാം. ഡിലീറ്റ് ചെയ്ത് നോക്കി, അത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ നമുക്ക് എഡിറ്റിങ് സാധ്യമാവും. മൈക്രോസോഫ്റ്റ് ഒരു ഓഫീസ് ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വേർഡ് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ഇമേജസ് ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്കിത് വേണമെങ്കിൽ ഈ യൂസറിന് എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഇല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെന്റ് മാറിക്കിടക്കുകയാണ്. അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയലുകളല്ല. അതുപോലെ ഇവിടെ കുറച്ച് മിസ്സിങ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഓവർലേ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. പിന്നെ താഴോട്ട് വന്ന ബാക്കിയുള്ള ഇതൊക്കെ കുഴപ്പമില്ല. ബാക്കിയുള്ള ഇത് വരുമ്പോൾ പ്രശ്നമില്ലെന്ന്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഇത് മൊത്തത്തിൽ പൊളിഞ്ഞു. ആ ഒരു സ്റ്റൈൽ അങ്ങ് മൊത്തത്തിൽ മാറി. ഇതൊക്കെ ചെറുതായിപ്പോയി. ഇതിനെ നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ഫോണ്ട് എടുത്തിട്ട് അത് ഷേപ്പായിട്ടാണ് കാണുന്നത്. ഫോണ്ട് എടുത്ത് നമുക്ക് ഇനി സൈസ് കൂട്ടി നോക്കാം. ഓക്കെ, ഇവിടെ സൈസ് കൂട്ടി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്താൽ ഇതിനെ ഒന്ന് അത്യാവശ്യം നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റും. ഓക്കെ, ഇതിനെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഇച്ചിരി മെനക്കെട്ടാൽ നമുക്ക് ഏകദേശം ആ ഒരു പഴയ ഒരു ഇതിലോട്ട്, ആ ഒരു സ്റ്റൈലിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കന്നേരം അടുത്ത ഓഫീസ് സോഫ്റ്റ്വെയറിലിട്ട് പോകാം. ഇതേ സെയിം സാധനം എടുക്കുന്നു. നമ്മൾ അടുത്ത ലിബ്രെ ഓഫീസിലോട്ട് പോകാം. ഇത് വളരെ വർഷങ്ങളായിട്ട് ഭയങ്കര ഇതില് അതായത് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഡെവലപ്പ് ആക്കിയെടുത്ത ഒരു ഭയങ്കര ഒരു സോഫ്റ്റ്വെയർ ആണ് ലിബ്രെ ഓഫീസ്. ഇതിൻ്റെ അകത്ത് ഇവരുടെ ഒരു ചരിത്രം പറഞ്ഞാൽ ഒത്തിരി വർഷം പഴക്കമുണ്ട്. അതായത് ഒരു ലിനക്സിന്റെ ഒരു ഫസ്റ്റ് ഓപ്പൺ ഓഫീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു അടുത്തൊരു ഓഫീസാണ് ലിബ്രെ ഓഫീസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു ഔട്ട്ലൈൻ വരുന്നു. ഇവിടെ അതേപോലെ തന്നെയാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും മണ്ടയ്ക്ക് ഒരു ലൈൻ വന്നിട്ടുണ്ട്, ഒരു ബോർഡർ വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് വരാം. താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന മെയിൻ ഹെഡിങ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുരുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോയിട്ടുണ്ട്. അലൈൻമെന്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. താഴോട്ട് വന്നാൽ പിന്നെയും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ബ്ലർ ആയിട്ടുണ്ട് ആ ഇമേജും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതും ഒറ്റ ഒരു ഗ്രൂപ്പ് ഇമേജ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതും സപ്പോർട്ടഡ് അല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. പിന്നെ ഈ പറഞ്ഞ ഓവർലേ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. അലൈൻമെന്റ് ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് അത്യാവശ്യം കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടി. ഇത് ഒരു ഇമേജ് ആയിട്ടാണ് എടുത്തേക്കുന്നത്, നമുക്ക് നോക്കാം. അതെ, ഇതൊരു ഇമേജ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് കറക്റ്റ് അവിടെ കിട്ടിയത്.
അന്നേരം ഇതാണ് നമ്മൾ ഒരു ലിബ്രെ ഓഫീസിൽ നമ്മളിത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കാണുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് സെയിം, അതായത് ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ അതിനകത്ത് എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. മുമ്പേ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേബിളുകൾ, അതുപോലെ ഫോം, ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അഡീഷണലി കാണാൻ പറ്റുന്നുണ്ട്. ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ മെയിൽ മെർജ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഒരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു ഓഫീസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ഈ ലിബ്രെ ഓഫീസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ലിബ്രെ ഓഫീസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് മേക്കർ. ടെക്സ്റ്റ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഓഫീസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ് ടെക്സ്റ്റ് മേക്കർ. ഇതിനകത്തൊരു പ്രത്യേകത, ഈ ഒരു ലുക്ക് കണ്ടോ, ഈ ഒരു ലുക്കാണ് ഇതിനകത്തെ പ്രത്യേകത. കാരണം ഓൾമോസ്റ്റ് നമ്മളൊരു മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അകത്തെ ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ കാണുന്ന ഏകദേശം ആ ഒരു ലുക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഐക്കൺസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരുമാതിരിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ഈ ഒരു ഫ്രീ ഓഫീസിന്റെ പ്രത്യേകത. ഇത് ഒത്തിരി ഇപ്പം വളരെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു യൂസേഴ്സ് ഈ ഒരു ഫാൻസ് ഇതിന്റെ ഒത്തിരി കൂടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ലൈനിന്റെ ഒക്കെയാണ് ഉള്ള പ്രശ്നങ്ങൾ. ഓക്കെ, പക്ഷെ ആ ലൈനൊക്കെ കാണുന്നുള്ളേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള അത്യാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും. കാരണം അതിനുള്ള ഓപ്ഷൻസും പിന്നെ നമ്മൾ അങ്ങനെ ഒരു മൈക്രോസോഫ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേനും അത് മൊത്തത്തിൽ ആ ഒരു ഇതായി മൊത്തത്തിൽ അത് പൊളിഞ്ഞുപോയി. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നപ്പോൾ അതിന്റെ ഇമേജുകൾ പലതും മിസ്സിങ് ആണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പോയി വന്നു. പക്ഷെ ആ ഓവർലേ അല്ലെങ്കിൽ ആ ലെയർ അത് കറക്റ്റ് വരുന്നില്ല. താഴെ വന്നപ്പം ഇതിന്റെ ഏകദേശം ഓക്കെയാണ് ഈ ഒരു സൈഡ്, ഈ മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ. ഇവിടെ അത് പക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇമേജ് ആണോ നോക്കട്ടെ. അതെ, ഇത് ഇമേജ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് മേക്കറിൽ പോയാൽ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വേണ്ട എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു ബേസിക് വേർഷൻ ഓഫ് വേർഡ് തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് മേക്കറിനെ വിളിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് പെയ്ഡ് വേർഷൻസ് ഉണ്ട്, ഇതിന് ഒത്തിരി ലിമിറ്റേഷൻസും ഉണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട്. എന്നാലും നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഓരോ തവണയും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നേരത്തെ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അവർ കാശ് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എപ്പോഴും. അങ്ങനെ നമ്മൾ ഇനി അടുത്ത ഒരു ഓഫീസ്, ഇത് ഇപ്പം WPS ക്ലൗഡ്, WPS ഓഫീസ് എന്ന് പറഞ്ഞ എല്ലായിടത്തും കേട്ടിട്ടുണ്ടല്ലോ. കൺവേർട്ട് ഫയല്, ഇതും WPSന്റെ ആണെന്ന് തോന്നുന്നു. WPS ഒരു ചൈനയുടെ സോഫ്റ്റ്വെയർ ആണ്. കിങ് സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അതെ, ഈ ഒരു ഫ്രെയിമോ മറ്റുള്ള അതൊന്നും നമ്മളിവിടെ കാണുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ വേർഡിൽ ഉണ്ടാക്കിയ അതേ ഡിറ്റോ അടിച്ചാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കുറച്ച് എക്സ്ട്രാ ലൈനുകൾ വന്നിട്ടേ ഉണ്ടെന്നേ ഉള്ളൂ. അത് പ്രശ്നമില്ല. എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. പക്ക ഇവിടെ ആ യൂസറും അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരച്ചു വെച്ചതെല്ലാം പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഇതപ്പം ഇമേജ് ആയിട്ടല്ല ഇതിനെ കാണുന്നത്. ഓക്കെ, ഇതപ്പോൾ ഇമേജ് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നുള്ളത് ഈ ഒരു ഇത് ഓക്കെയാണ്. അതിൻ്റെ പക്ഷെ ആ അലൈൻമെന്റിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇമേജിൻ്റെ ഒക്കെ. താഴോട്ട് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ അത് പൊളിഞ്ഞു പോയി. ഇതെല്ലാം ഇമേജ് ആയിട്ടാണ് എടുക്കുന്നത്. അതായിരിക്കാം ഒരുപക്ഷെ ആ ഇമേജിനെ കംപ്രസ് ചെയ്ത് അവർ ആ ഒരു ഇതിലോട്ട് എടുക്കുമായിരിക്കാം.
ഇതൊക്കെ ഓരോ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇതെങ്ങനെയാണ് അത് ആഡ് ചെയ്തേക്കുന്നത് കൂടെ കാണിച്ചു തരാം. വേർഡിൽ നമ്മൾ ഈ ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻസേർട്ട് കൊടുത്താൽ സ്മാർട്ട് ആർട്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടുതലും ആ സ്മാർട്ട് ആർട്ട് ഒബ്ജക്റ്റുകളാണ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ആ ആരോയും കാര്യങ്ങളൊക്കെ കണ്ടത് ഈ ഒരു ഷേപ്പിൽ നിന്ന് ഞാൻ വരച്ചെടുത്ത ആരോയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡിൽ ഞാനത് ചെയ്തത്. അതേസമയം റിമൂവ് ടെക്സ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ അല്ലാതെ ഇമേജ് ആയിട്ടാണ് അതിനെ കാണുന്നത്. ആയിട്ട് വന്നു, ബാക്കി ഒക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയാണ് അത്യാവശ്യം ഇതും ഓക്കെ ആണ് ഞാൻ നോക്കിയിട്ട്. ഇതിൻ്റെ അകത്ത് അതുപോലെ ഇൻസേർട്ട് നമുക്ക് ഈ വേർഡിൻ്റെ അകത്ത് അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പേജ് ലേഔട്ടും കാര്യങ്ങളും എല്ലാം, റെഫറൻസസ് നമുക്കിവിടെ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റിവ്യൂ അതേ സെഷൻ തന്നെ, വ്യൂ, ഇതൊക്കെ ഏകദേശം ഓപ്ഷൻസ് പോലും മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ അതേ രീതിയിലുള്ളതാണ്. ഞാൻ ഈ സെക്ഷൻ മാത്രം ഞാൻ കണ്ടില്ല. ഇനി അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് നോക്കാം. അവിടെ ആ സെക്ഷൻ ഇല്ല. ഓക്കെ, അപ്പം അത് എക്സ്ട്രാ അവരിട്ടതാന്ന് തോന്നുന്നു. പിന്നെ ടൂൾസിൻ്റെ അകത്ത് എന്താന്ന് നോക്കാം. ടൂൾസിൻ്റെ അകത്ത് പല രീതിയിലുള്ള കൺവേർഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ സ്പ്ലിറ്റ് ഓർ മേർജ് കാണുന്നുണ്ട്. അതൊരു മെയിൽ മേർജ് ഓപ്ഷൻ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു വേർഡ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേർഡ് നമ്മളിപ്പം എല്ലാ 6 സോഫ്റ്റ്വെയറുകളും നമ്മളിപ്പോൾ ഓപ്പൺ ആക്കി. ഈ 6 സോഫ്റ്റ്വെയറുകളിലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഫയല് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഫങ്ഷൻസും ഫീച്ചേഴ്സും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അന്നേരം ഇതാണ് ഒരു വേർഡിന്റെ അവസ്ഥ. ഇനി നമുക്ക് അടുത്തത് ഒരു പവർ പോയിന്റ് എടുത്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഓൺലൈനിൽ കയറിയിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ഓൺലൈനിൽ തന്നെ നമുക്ക് ആ പവർ പോയിന്റ് ഓപ്പൺ ആക്കാം. ഇത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ PPT ആണ്. അന്നേരം അത് ലോഡ് ആകുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോയുടെ PPT ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു വീഡിയോയുടെ PPT. മലയാളമൊക്കെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഓരോരോ സെഗ്മെന്റ്, ഇത് അന്നേരം ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ വരച്ചൊക്കെയാണിത്. അപ്പോൾ ആ വരച്ച് വെച്ചേക്കുന്ന ആ നോട്ട്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു PPT. അന്നേരം നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള വേർഷനിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് വേർഷൻ ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ചെറിയ എന്തോ വ്യത്യാസം കാണുന്നുണ്ട്. ഇല്ല, സെയിം ആണ്. ഇത് നമ്മുടെ ഒറിജിനൽ PPT, നമ്മളുടെ മറ്റേ PPT ഇതാണ്. ഓക്കെ, അത് പ്രശ്നമില്ല. ഇതും ഓക്കെ ആണ്. ഇതും അതേപോലെ തന്നെയാണ്. ഇതും ഏകദേശം വ്യത്യാസങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, PPTയിൽ ഞാൻ നോക്കിയിട്ട് വ്യത്യാസമൊന്നും കാണുന്നില്ല. സോ ഓൾമോസ്റ്റ് നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് PPT ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ മൈക്രോസോഫ്റ്റിന്റെ ഓൺലൈനിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ അതിന് വലിയ വ്യത്യാസം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു PPT ഒന്നും അല്ല. മറ്റേ നമ്മൾ ആ വേർഡ് കണ്ട പോലെ ഒത്തിരി ഓവർലൈൻ കാര്യങ്ങളൊക്കെ ഉള്ളതും, അതുപോലെ ഒരു ഇമേജിന്റെ മണ്ടയ്ക്ക് ഒരു ഇമേജും, ഭയങ്കരമായിട്ട് അലൈൻമെന്റ്, ഭയങ്കര സ്റ്റിഞ്ചിനായിട്ടുള്ള അലൈൻമെന്റ് ഒക്കെ വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തത്. ഇത് ജസ്റ്റ് ഇതൊരു ഇമേജ് അല്ലേ? അതെ, അല്ല, ഇത് ടെക്സ്റ്റ് ആണല്ലോ. ഇതും ടെക്സ്റ്റാണ്. അപ്പോൾ ഇത് ഏകദേശം ഓക്കെയാണ്. ഇത് മറ്റേതും തമ്മിൽ വലിയ വ്യത്യാസം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം അടുത്തത് നമുക്ക് ഗൂഗിൾ ക്ലൗഡിൽ കയറി നോക്കാം. ഗൂഗിളിനകത്ത് എങ്ങനെയാണ് ഇതിനെ കാണാൻ പോകുന്നത്. ഗൂഗിളിൽ ഞാനൊരു PPT ഓപ്പൺ ആക്കുകയാണ്. ഇത് നമ്മൾ നോർമലായിട്ട് കാണുന്ന ഗൂഗിളിൻ്റെ തന്നെ അതേ പരിപാടി തന്നെയാണ്. നമുക്ക് ആ ഇമേജ് അവരെടുത്ത് ഒരു ഇമേജ് ആക്കി എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഓപ്പൺ വിത്ത് ഗൂഗിൾ സ്ലൈഡ്സ് കൊടുക്കുകയാണ്. അതിലെങ്ങനെ ഇത് ഓപ്പൺ ആവും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ അലൈൻമെന്റ് വ്യത്യാസം വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അതെ, അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ.
ഓക്കെ, ഇവിടെയും ഇത് ഇമേജ് അല്ലല്ലോ, അല്ല ഇതും ടെക്സ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനർത്ഥം ഇങ്ങനത്തെ നമുക്ക് PPT ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ആ എഴുതിയെടുത്ത നോട്ട്സ് ഒന്നും ഞാനിവിടെ കാണുന്നില്ല, അതൊക്കെ മാഞ്ഞു പോയി കാണും. പക്ഷേ കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു PPTക്ക് നമുക്ക് ഗൂഗിൾ ഡോക്സ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം ഉള്ളൊരു കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് ബാക്കിയുള്ള ഡെസ്ക്ടോപ്പ് വേർഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഓപ്പൺ വിത്ത് ഫസ്റ്റ് ലിബ്രെ ഓഫീസ് ഇംപ്രസ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഫയല്. അവർ ആപ്ലിക്കേഷൻ പവർ പോയിന്റ് എന്നുള്ളത് മൈക്രോസോഫ്റ്റിൻ്റെയാണ്, ഇവിടെ ഇംപ്രസ് ആണ്. ഗൂഗിളിൽ സ്ലൈഡ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇംപ്രസ്. ഓക്കെ, ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ആ ഒരു ഇമേജിൻ്റെ ആ ഇടയ്ക്കൊരു ഓവർലേ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറി. അത് വിട്ടാൽ എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇത് ടെക്സ്റ്റ് ആണല്ലോ, ഇതും ടെക്സ്റ്റ് ആണല്ലോ. അതെ, ഇതെല്ലാം ടെക്സ്റ്റ് ആണ്. പിന്നുള്ളത് ഇതൊരു ചെറിയ രീതിയിൽ അലൈൻമെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറുന്ന കേസുകളാണ്. അപ്പം ഇതൊരു പ്രശ്നമല്ല. സൈസ് ഇച്ചിരി കുറച്ചാൽ മതിയാവും. സൈസ് ഇതാ ഇവിടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. 48 എന്നുള്ളത് നമുക്ക് 44 ആക്കി കഴിഞ്ഞാൽ ഒറ്റ ലൈനിൽ നിൽക്കും. ഓക്കെ, ഇത് ഇമേജ്. ഓക്കെ, ഇത് ഇമേജ് തന്നെയായിരുന്നു. അങ്ങനെ ഇതിനും ഞാൻ നോക്കിയിട്ട് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല മൈക്രോസോഫ്റ്റ് ഓഫീസും ഇതും തമ്മിൽ. ഇതൊന്നും ഇനി നമുക്ക് ഇതിനകത്തെ ഓപ്ഷൻസ് നോക്കിയാലും ഏകദേശം മാസ്റ്റർ സ്ലൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻസേർട്ടിൻ്റെ അകത്തും ഇത് ഒരു PPTക്കകത്ത് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. PPTക്കകത്ത് അനിമേഷൻ ഉണ്ട്. ഇതിനകത്ത് അനിമേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്ലൈഡ് ഷോയ്ക്കകത്ത് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ്. ഓക്കെ, അനിമേഷൻ ചെയ്യുന്ന ഇവിടെ. ഓക്കെ, ഇവിടെ അനിമേഷൻ ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ അനിമേഷൻ ഇല്ല PPT വരാൻ യാതൊരു ചാൻസും ഇല്ല. ഇവിടെ അനിമേഷൻ്റെ ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാന്ന് തോന്നുന്നു. അതേസമയം നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ അകത്ത് കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം മൈക്രോസോഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ അനിമേഷൻസ് എന്ന് പറഞ്ഞ് തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതൊരു ഇത് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അനിമേഷൻസ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം ലിബ്രെ ഓഫീസ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഡോണ്ട് സേവ് തന്നെ കൊടുക്കാം. ഇനി ലിബ്രെ ഓഫീസ് കഴിഞ്ഞ് നമുക്ക് അടുത്തത് ഓപ്പൺ വിത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഓഫീസ് പോളാരിസ് ഓഫീസ് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിനോട് കൊടുത്തു. ഇത് ഏകദേശം അതേ രീതിയിൽ തന്നെയുള്ള പരസ്യമുണ്ട് ഇടയ്ക്ക്. ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് കാണുന്നത്, വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ അനിമേഷൻ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, പല രീതിയിലുള്ള അനിമേഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ അനിമേഷൻസ് ഉണ്ട്. അപ്പം ബാക്കിയുള്ളതെല്ലാം എനിക്ക് തോന്നുന്നു അതേ സെയിം ആണ്. അപ്പം ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഒരു ഓപ്ഷനായിട്ട് വെക്കാം. അതുപോലെ അഡീഷണൽ ഷേപ്പും കാര്യങ്ങളൊക്കെ, ഷേപ്പിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഈ പരസ്യം മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമെന്ന് തോന്നുന്നു, ബാക്കി ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, മറ്റേ പോളാരിസിൽ ഞാൻ കയറി സേവ് കൊടുത്തു, അതുകൊണ്ട് വീണ്ടും ആ ഫയൽ ഞാൻ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് പ്രസന്റേഷൻസിൽ പോവാം. അതായത് ഇത് നമ്മുടെ ഫ്രീ ഓഫീസിൻ്റെ ആണ്, അതിന് പ്രസന്റേഷൻസ് ആണ് വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ ഓക്കെ, മലയാളം ഫോണ്ട് സപ്പോർട്ട് ചെയ്യണില്ല. ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ആ ഒരു ഇതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതായത് നമുക്കിവിടെ ആ ഒരു ഓവർലേ ഇട്ടേക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ അതിൻ്റെ ഒരു ബോർഡേഴ്സ് ഒക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഒരു പവർ പോയിന്റ് അല്ലെങ്കിൽ ഒരു അനിമേഷൻ നമുക്കൊരു സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഇപ്പം നമ്മൾ ആഡ് അനിമേഷൻ, ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്, എന്നിട്ടും അത് ആഡ് അനിമേഷൻ കൊടുക്കുന്നില്ല. അതിന് പകരം നമുക്ക് ഒരു പുതിയൊരു ഫയൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താലോ, അല്ലെങ്കിൽ ഇൻസേർട്ട് കൊടുത്താൽ ഇവിടെ സ്ലൈഡ് എടുത്തിട്ട് നമുക്കൊരു ചുമ്മാ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ ചുമ്മാ ഒരു ഇട്ടു. ഇതിനൊരു അനിമേഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും ഇതിനകത്ത്?
ഇവിടെ അനിമേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അന്നേരം ഇത് കാര്യമായിട്ടൊന്ന് ശരിക്ക് ചെകഞ്ഞ് പിടിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പരിധിക്ക് മുകളിൽ ഇതിന് ഒരു വലിയ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസൈൻ ആണെങ്കിലും കളർ ഡിസൈനിൻ്റെ അകത്താണെങ്കിലും നമുക്ക് വലിയ ഓപ്ഷൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഡീഫോൾട്ടായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ബേസിക് ആയിട്ടും അതിനേക്കാളിലും ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് ഇതൊരു ചോയ്സ് അല്ല. ഇത് ക്ലോസ് ചെയ്തേക്കാം. നോ കൊടുക്കുന്നു, സേവ് ചെയ്യണ്ട. അടുത്ത നമുക്ക് WPSC പോവാം. വീണ്ടും നമ്മുടെ ചൈനയുടെ ഐറ്റം. WPSC വന്നു കഴിഞ്ഞപ്പം ഡീഫോൾട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, വേണ്ട. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഫോണ്ട് റീപ്ലേസ് ചെയ്തെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ മലയാളം ഫോണ്ട് ഇപ്പോഴത്തെ സിസ്റ്റം ഫോണ്ടായിട്ട് റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇത് ഫോണ്ട് ഒരു പ്രശ്നമല്ല, നമുക്കത് പിന്നീട് വേണമെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും ഫോണ്ട്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ആ ഒരു ഫോണ്ട് സെറ്റായാൽ എനിക്ക് തോന്നുന്നു ബാക്കി ഇതെല്ലാം സെറ്റാവുന്നു. ഈ ഒരു സെഷൻ ഓക്കെയാണ്. രണ്ടാമത്തെ സെഷൻ ആ ഫോണ്ടിന് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഞാൻ വരച്ചു വെച്ച കമൻറ്റുകളും കാര്യങ്ങളെല്ലാം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അത് പോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. സെർവർ അതൊക്കെ ഓക്കെയാണ്. ഇവിടെയും വിഷയമില്ല. ഒരു സ്ലൈഡും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ബ്ലാങ്ക് സ്ലൈഡ്. ഇതിനകത്തൊരു ടൈറ്റിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങൾ കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഡിസൈൻ ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. അടിപൊളി, ഇതിനകത്ത് ഇഷ്ടംപോലെ ഡിസൈൻ ഓപ്ഷൻസ് ഉണ്ട്. മോർ കൊടുത്താൽ എനിക്കൊന്ന് ഓൺലൈനിൽ നമുക്ക് കിട്ടുമായിരിക്കും. ടെംപ്ലേറ്റ്സ് ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെംപ്ലേറ്റ് ലിസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്കൊന്ന് WPS ഒരു ഓപ്ഷനാണ് നമുക്ക്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. ഇതൊരു ഓപ്ഷനാണ്. ഒരു പവർ പോയിന്റ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇതിന് സൈൻ ഇൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ സൈൻ ഇൻ ചെയ്യുന്നില്ല. അപ്പം ഇത് നമുക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ഒരു പ്രീമിയം വേർഷൻ ഉണ്ട്. ആ പ്രീമിയം എടുത്തു നോക്കുക. അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. രണ്ട് മൂന്ന് ടൈപ്പ് സർവീസ് ഓഫറിംഗ് ഉണ്ട്. അപ്പം അത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് അഡീഷണലി ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. കൂടുതൽ തീംസും ടെംപ്ലേറ്റ്സും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ പവർ പോയിന്റ് നമ്മളിപ്പം 6 പ്ലാറ്റ്ഫോമിലും നമ്മൾ കണ്ടു എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് എക്സൽ പരീക്ഷിച്ച് നോക്കാം. ഈ എക്സൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിന് നമുക്ക് ഫസ്റ്റ് ആ എക്സൽ തന്നെ നമ്മുടെ എക്സലിൽ തന്നെ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആക്കിയാൽ ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തൊരു ടെംപ്ലേറ്റ് ആണ് മൈക്രോസോഫ്റ്റിന്റെ. ഇതിനകത്ത് ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡൗൺലോഡ്. ഇവിടെ നമുക്ക് ഫോർമുലാസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിന്റെ പല ടാബുകളുണ്ട്. ആ ടാബിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വെച്ച് നോക്കാം. 700 ഇട്ട് നോക്കാം, 7000 ഇട്ടു, ഇവിടെ ഒരു 7000 ഇടാം. ഞാൻ എന്താ വാല്യൂ അല്ലെ എന്താന്ന് നോക്കുന്നില്ല. ഇത് അസറ്റ് ആണെന്ന് മനസ്സിലായി. അസറ്റിന്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ്, കറണ്ട് അസറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ കറണ്ട് അസറ്റുകൾ കാണുമല്ലോ. അതെ, വ്യത്യാസമുണ്ട്. കണ്ടോ, ഇവിടെ മാറി. 7000 എടുത്ത് കളയാം. അപ്പം അവിടെ അത് മാറുന്നുണ്ട്. സോ എക്സൽ ഫോർമുല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഫോർമുലകളൊന്നും കാണുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ടേബിൾ മാത്രമാണ്. ലയബിലിറ്റീസിൻ്റെ അകത്തും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. കാറ്റഗറീസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ, അതായത് ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനിൽ കാണുന്നത്. ഇതിനെ നമുക്ക് ഓൺലൈനിൽ പോയി എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ അതേ മൈക്രോസോഫ്റ്റ് അതേ എക്സലിന്റെ അതേ സെയിം കാര്യങ്ങൾ വന്നു. നമുക്ക് അതിനകത്ത് ഫോർമുലകളും കാര്യങ്ങളും എല്ലാം ഇടാൻ പറ്റുന്ന ടാബുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് വാലിഡേഷൻ ഉണ്ട്. ഓക്കെ, ഗോൾ സീക്ക് പോലുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു. വളരെ ലിമിറ്റഡ് ആണ്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം
നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, ഇവിടെ ഞാൻ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ അകത്ത് കാണുന്ന ഇത് 100, അത് നമ്മൾ നേരത്തെ കണ്ട അതേ വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് കറണ്ട് അസറ്റിലൊന്ന് മാറ്റി നോക്കാം. കറണ്ട് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ മുമ്പായിട്ട് 7000 ഇട്ടോ, അതിനപ്പുറത്തും 7000 ഇട്ടോ. സമ്മറിയിൽ മാറ്റമുണ്ടോ? അതെ, മാറ്റമുണ്ട്. സോ ഫോർമുലകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ടൈപ്പ് ഫോർമുലകളൊക്കെ നമുക്കിവിടെ ആക്സസ് ചെയ്യാം. സമ്മീഫാണ് ഇട്ടേക്കുന്നത്. സോ ഫോർമുലകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ലയബിലിറ്റീസിൻ്റെ അത് നമുക്ക് ഇവിടെ ഒരു 6000 ഇടാം. ഇതൊരു 6000 ഇട്ട് നോക്കാം. അപ്പം സമ്മറിയിൽ വന്ന വ്യത്യാസമുണ്ടോ? അതെ, ഇവിടെ 6000 വന്നിട്ടുണ്ട്, 6350. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഫോർമുലകൾ നമുക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഫോർമുലകളെല്ലാം ഈ ഒരു എക്സൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്കിനി അടുത്തത് ഗൂഗിളിൻ്റെ ആ വേർഷൻ നമുക്ക് നോക്കാം. ഗൂഗിളിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നമ്മുടെ എക്സൽ ഫയൽ എടുത്തു, ഓപ്പൺ വിത്ത് ഗൂഗിൾ ഷീറ്റ് കൊടുത്തു, ഓപ്പൺ ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ഫോർമുലകൾ സ്പെസിഫിക് ആയിട്ട് ഇടേണ്ടി വരും. ഫോർമുലകളെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാൽ നമുക്ക് ഫുള്ള് ആഡ് ചെയ്യാൻ പറ്റും. ആ ഫോർമുല അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യാം. അസറ്റ്സിൽ പോയിട്ട് നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റിൽ നമ്മളൊരു 700 ഇൻവെസ്റ്റ് ചെയ്യുന്നു, 7000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പുറത്തും നമ്മളൊരു 7000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. സമ്മറിയിൽ നോക്കാൻ വന്നിട്ടുണ്ടോന്ന്? വന്നിട്ടുണ്ട്. സോ ഫോർമുലയ്ക്ക് പ്രശ്നമില്ല, ഫോർമുല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ടൂൾസ്, ഡേറ്റ, ഫോർമാറ്റ്, അതുപോലെ ഇൻസേർട്ട്, ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് സമ്മ് പോലത്തെ ഫങ്ഷൻ. ഓക്കെ, ഇഷ്ടംപോലെ ഫങ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ഈ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. റൈറ്റ്. സോ എക്സലിൽ പോലെ തന്നെ നമുക്ക് എനിക്കൊന്ന് ഗൂഗിൾ ഷീറ്റും ഓക്കെയാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഗൂഗിൾ ഷീറ്റ്. നമുക്കിനി അടുത്തത് നമ്മളുടെ ഇനി ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ ആപ്ലിക്കേഷൻസിലോട്ടൊക്കെ നമുക്ക് കയറി നോക്കാം, ഇതെങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത്. ഓപ്പൺ വിത്ത് കൊടുത്തു. ഫസ്റ്റ് ലിബ്രെ ഓഫീസിൽ നമുക്ക് കയറി നോക്കാം. ലിബ്രെ ഓഫീസ് എങ്ങനെയാണ് ഈ ഒരു എക്സൽ ഫയലിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഉള്ളത് എന്ന് നോക്കാം. ഓക്കെ, ആ ഫോർമാറ്റിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. മൈക്രോസോഫ്റ്റിനെ കാണുന്നത്ര ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇതൊരു ഓക്കെ, നമുക്കിവിടെ ഇതേപോലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അസറ്റിൽ കയറി വീണ്ടും നമുക്കിവിടെ ഒരു 7000 ഇട്ട് നോക്കാം. ഫോർമുല ഓക്കെ എന്നാണെന്ന് അറിയാം. ഈ ഒരു ഫോർമുല ചെക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോർമുല ചെക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് രണ്ട് ഷീറ്റാണ് ഇത്, ഷീറ്റ് 1 ഷീറ്റ് 2 എന്ന് പറഞ്ഞാൽ പല ഷീറ്റുകളിൽ നിന്ന് നമുക്കത് ഡ്രാഗ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോർമുല ഉള്ള ഒരു ഷീറ്റാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്, ഒരു സ്പ്രെഡ് ഷീറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇട്ടത്. കാരണം ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം സെയിം ഷീറ്റിലാണെങ്കിൽ നമുക്ക് ഫോർമുലകൾ ഇഷ്ടം പോലെ ഇടാം, പക്ഷെ മൾട്ടിപ്പിൾ ഷീറ്റുകളിൽ നിന്നുള്ള ഫോർമുല ഒക്കെ എടുത്ത് സമ്മറി ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പാടാണ്. അപ്പം അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ എടുത്തത്. അപ്പൊ ഇതിവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഫോർമാറ്റ് നോക്കിയാൽ ഇത് ഏകദേശം സെയിം ആണ്. ഇൻസേർട്ടിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം ഉള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഷീറ്റിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോളവും ഗ്രൂപ്പിൻ്റെയും ഒക്കെ മാനേജ്മെന്റ് കാണുന്നുണ്ട്. ഡേറ്റ ഓക്കെ, പിവറ്റ് ടേബിൾ ഒക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാലിഡിറ്റി, സബ് ടോട്ടൽസ്, ടൂൾസ് എന്തൊക്കെയാന്ന് നോക്കാം. ടൂൾസ്, ഡിറ്റക്റ്റീവ് ടൂൾ അതെന്താണ്? ഓക്കെ, ട്രേസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ എക്സലിൽ കാണുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഫോംസ്, ഓക്കെ, ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാം. മാക്രോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതും നല്ലൊരു കാര്യമാണ്, മാക്രോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എക്സലിൽ നമുക്ക് ഫോർമുല ഇടുന്ന ഇവിടെ നോക്കാം.
ഇതിനകത്ത് മെർജ് സെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ്. ഇവിടെ ആയിരിക്കും ഇൻസേർട്ടിൻ്റെ അകത്തായിരിക്കും ഫോർമുല ഉള്ളത്. ഷേപ്പ്, ഫോണ്ട്, ഫോം കൺട്രോള്, ഫോർമുല കാണുന്നില്ലല്ലോ. ഫോർമുലയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ കൊടുത്തേക്കുന്നൊക്കെ ആയിരിക്കാം ഫോർമുലയുടെ സെറ്റപ്പ് എന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ച് ഫോർമുല എന്ന് പറഞ്ഞൊരു കാര്യമില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം എക്സലിൽ തന്നെയുള്ള ഫോർമുലകളൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കിനി അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ലിബർ ഓഫീസ് ഓക്കെയാണ്. ഇനി അടുത്തത് നമ്മുടെ ഫ്രീ ഓഫീസ്. അതിനകത്ത് മേക്കർ എന്നാണ്, പ്ലാൻ മേക്കർ എന്ന് പറഞ്ഞാണ് എക്സലിനെ വിളിക്കുന്നത്. ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, നമ്മളതേ കണ്ട അതേ രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മൾ വീണ്ടും പോയിട്ട് ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ വീണ്ടും 7000 ഇട്ട് കൊടുക്കുന്നു. 700 വന്നുള്ളൂ. ഓക്കെ, 700 അവിടെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം ഫോർമുല ഏകദേശം ഓക്കെയാണ്. നമുക്ക് അത്യാവശ്യം ഫോർമുലകൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻസേർട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ കറൻസിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ ഇവിടെയും പിവറ്റ് ടേബിൾ ഉണ്ട്. അതുപോലെ ലേ ഔട്ടുകൾ സെറ്റ് ചെയ്യാം. ഫോർമുലയിൽ കയറി കഴിഞ്ഞാൽ പല ടൈപ്പ് ഫോർമുലകൾ ഇവിടെ കാണുന്നുണ്ട്. ഇത് നമ്മൾ ലിബ്രെ ഓഫീസിൽ നമ്മൾ കണ്ടില്ല, പക്ഷെ ഇവിടെ നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് പക്ഷേ ലിബ്രെ ഓഫീസ് വേറെ ഏതെങ്കിലും മെക്കാനിസം ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ഡേറ്റ എടുത്താൽ ഡേറ്റ സോർട്ട് ചെയ്യാനും എക്സ്റ്റേണൽ റെഫറൻസ് കൊടുക്കാനും ഗോൾ സീക്ക് നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് അൺഗ്രൂപ്പ് ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. റിവ്യൂവിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ, സെല്ല് ഹൈഡ് ചെയ്യുക, പ്രൊട്ടക്ഷൻ, വ്യൂ ഓക്കെ. അപ്പോൾ ഇതും അത്യാവശ്യം നമുക്കൊരു ഓപ്ഷനാണ് പ്ലാൻ മേക്കർ. നമുക്ക് ഒരു ഫ്രീ ഓഫീസിന്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു ഇതും നമുക്കൊരു ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റും. നമ്മളിനി അടുത്ത ഓഫീസ് സോഫ്റ്റ്വെയറിലേക്ക് പോവാണ്. അതിലോട്ട് വരുമ്പോഴത്തേനും പോളാരിസ് ഓഫീസ് സോഫ്റ്റ്വെയർ ആണ്. അതിൽ നമുക്ക് എങ്ങനെയാണെന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എക്സ്റ്റൻഷൻ ടെക്സ്റ്റ് നോട്ട് മാച്ച് കറപ്റ്റഡ് ഫയൽ ഓൺ അൺസേഫ്. ഓക്കെ, കണ്ടിന്യൂ. അത് അവര് കറപ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷെ അത്യാവശ്യം അതേ രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഫോർമുല വർക്ക് ചെയ്യുമെന്ന് നോക്കാം. 7000 ഇട്ടു, ഇവിടെയും ഒരു 7000 ഇട്ടു. സമ്മറിയിൽ കയറി നോക്കാം. അടിപൊളി, ഫോർമുല വർക്ക് ചെയ്യുന്നുണ്ട്. അതേ സെയിം ഫോർമുല തന്നെ. അതിനർത്ഥം അത്യാവശ്യം ഫോർമുലകൾ അല്ലെ എക്സലിന്റെ ഫോർമുലകളും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഈ പറഞ്ഞ നമ്മൾ ചെക്ക് ചെയ്ത എല്ലാ പ്ലാറ്റ്ഫോമിലും എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പരസ്യം കാണിക്കുന്നുണ്ട്. ഹോമിൽ ചെന്നാൽ നമ്മൾ ഇത് ടെക്സ്റ്റ് ഫോർമാറ്റിങ്, ഇൻസേർട്ടിൽ പോയാൽ പിവറ്റ് ടേബിൾ ഇവിടെ ഉണ്ട്. പിന്നെ പല ടൈപ്പ് സ്മാർട്ടായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇത് മൈക്രോസോഫ്റ്റിന്റെ അതേ കോപ്പി അടി സാധനം. പിന്നുള്ളത് ലേ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഫോർമുലകൾ ദേ കിടക്കും, ഇഷ്ടംപോലെ ഫോർമുലാസ്. സോ ഇവിടെ നമ്മൾ അത്യാവശ്യം മൈക്രോസോഫ്റ്റിന്റെ ഒരു കോപ്പി അടി പോലെ തന്നെ നമുക്കൊരു കാര്യം കിട്ടും. എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു ഇത് വർക്ക് ചെയ്യാനായിട്ട്. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇത് നമ്മളുടെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് ആ ഒരു പരസ്യം വരുന്നു അല്ലെ പരസ്യം കാണിക്കുന്നു മാത്രമേ ഉള്ളൊരു പ്രശ്നം. ബാക്കിയെല്ലാം നല്ലൊരു ഓപ്ഷനാണിത്. അപ്പം പോളാരിസ് ഓഫീസ് അത്യാവശ്യം മുമ്പേ നമ്മൾ കണ്ടതിൽ ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷനായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ WPS ഓഫീസിലോട്ട് പോവാം. WP ഓഫീസിലും ഇതേ സെയിം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിന് ഓക്കെ, നോ കൊടുത്തു. സമ്മറി ഓക്കെ. നമുക്കിവിടെ വീണ്ടും നമുക്ക് ഈ 7000 ഇട്ട് കൊടുക്കാം.
അവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതും നമുക്ക് ഫോർമുലകളൊക്കെ വലിയ പ്രശ്നമില്ല, സെയിം ഫോർമുലകളാണ്. നമ്മളിപ്പം നോക്കിയ എല്ലാ ഓഫീസ് സോഫ്റ്റ്വെയറിലും അതിനകത്ത് എക്സൽ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിന്റെ എല്ലാ സോഫ്റ്റ്വെയറുകളിലും ഫോർമുല കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി അടുത്ത് ബാക്കിയുള്ള ഓപ്ഷൻസുകൾ നോക്കാം. ഇൻസേർട്ടിൽ പോയാൽ ഇവിടെയും പിവറ്റ് ടേബിളും കാര്യങ്ങളൊക്കെ, പിവറ്റ് ചാർട്ടൊക്കെ ഉണ്ട്. ഇക്വേഷൻസ്, സിമ്പിൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹെഡർ, ഫൂട്ടർ, ഓക്കെ. പേജ് ലേഔട്ടിന്റെ കാര്യങ്ങളാണ്, അത് പ്രശ്നമില്ല. ഇവിടെ ഇഷ്ടംപോലെ ഫോർമുല റെഫറൻസുകളുണ്ട്. ഡേറ്റ, എക്സ്റ്റേണൽ ഡേറ്റ എടുക്കാൻ പറ്റുമോ നോക്കണം. ഇതിനകത്ത് വാലിഡേഷൻ ഉണ്ട്. ഓക്കെ, പല രീതിയിലുള്ള വാലിഡേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഇഫ് അനാലിസിസ്, ഇത് സെയിം മൈക്രോസോഫ്റ്റിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഗോൾ സീക്കും സോൾവും ഒക്കെ. ഓക്കെ, അതേ സെയിം സാധനങ്ങളൊക്കെ തന്നെ. റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റും. ചൈനീസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഹോങ്കോങ് ഒക്കെ ആയിട്ടൊക്കെയുള്ള നല്ല പിടുത്തമുണ്ട്, നമുക്ക് ചൈനീസ് കൺവേർട്ട് ചെയ്യാം. ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും അതേ സെയിം ഓപ്ഷൻ തന്നെ. നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, പല പല ഓപ്ഷൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. നോ കൊടുത്തു. അങ്ങനെ നമ്മൾ ഈ ഒരു 3 ഫയലുകൾ നമ്മൾ ഓൾമോസ്റ്റ് 6 ആപ്ലിക്കേഷൻസിൽ എടുത്തു നോക്കി. ഈ 6 ആപ്ലിക്കേഷൻ്റെ അകത്തും എനിക്ക് കുറച്ച് ബെറ്റർ, അല്ലെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസിന് ഒരു അത്യാവശ്യം ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് തോന്നിയത്, ഒന്ന് പോളാരിസ് ഓഫീസും രണ്ടാമത് WPS ഓഫീസുമാണ്. ഫ്രീ ഓഫീസ് ടെക്സ്റ്റ് എഡിറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്, കുറേയൊക്കെ നല്ലതാണ്. പ്രസന്റേഷനിൽ വരുമ്പോഴത്തേനും ഒട്ടും പോരാ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതാണ്. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റിന്റെ ഓൺലൈനിൽ നമുക്ക് വേർഡും എക്സലും ഒക്കെ കിട്ടും. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ ഓൺലൈനിൽ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലൗഡിലും ഓൾമോസ്റ്റ് സെയിം ഇതാണ് നമ്മൾ കാണുന്നത്, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈൻ നോക്കിയാൽ മൈക്രോസോഫ്റ്റും ഗൂഗിളും ഒരേപോലെ എനിക്ക് തോന്നി. ഡെസ്ക്ടോപ്പ് വേർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് WPS ഓഫീസ് ഒരു ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് ആ യൂസർ ഇന്റർഫേസ് ഒക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പോളാരിസ് ഓഫീസാണ്, അതും കുഴപ്പമില്ല. ഇതാണ് ഒരു ഓവറോൾ ഈ ഒരു 3, അതായത് പവർ പോയിന്റ് അല്ലെങ്കിൽ വേർഡ് അതുപോലെ എക്സല്, ഇങ്ങനെയുള്ള ഈ ഒരു 3 ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓവറോൾ ഓക്കെ എന്ന് തോന്നിയത് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു 4 സോഫ്റ്റ്വെയറുകളാണ്. നിങ്ങൾക്കും ഇതുപോലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.